നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 2000 രൂപ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ജൂൺ മാസ പെൻഷൻ വിതരണം ഇന്ന് തുടങ്ങുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പണം നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതാണ്. ഇന്ന് ആർക്കെല്ലാമാണ് പണം ബാങ്കിൽ വരിക, ഏത് ബാങ്കിൽ അക്കൗണ്ടിലെ ആളുകൾക്കാണ് ഇന്ന് ഫസ്റ്റ് പണം അക്കൗണ്ടിൽ വരിക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇന്ന് തുടങ്ങുന്നത്. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുണ്ടാകും. 2000 രൂപയായിരിക്കും അവർക്ക് പെൻഷൻ വിതരണം ഇന്ന് ലഭിക്കുക. വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ പോലത്തെ പെൻഷനുകളായിരിക്കും ഇന്ന് വിതരണം ഉണ്ടാവുക. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ പെൻഷനാണ് ഇപ്പോൾ ഇന്ന് വിതരണം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്ക് പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ എസ് ഒന്നും ഇല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യുക. പണം അക്കൗണ്ടിൽ വരുന്ന ആളുകൾക്കാണ് ഇന്ന് പണം ഇന്ന് വരിക. കൈകളിൽ വരുന്ന മറ്റാളുകൾക്ക് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളത്തോടോ കൂടിയായിരിക്കും പണം അവരുടെ കൈകളിൽ പണം ലഭിക്കുക. ഇന്ന് കേന്ദ്രവിഹിതമായ 400-300 രൂപയുടെ വിതരണം ഉണ്ടായിരിക്കില്ല. അത് നാളെ മറ്റന്നാളായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് ചിലപ്പോൾ 1600 അല്ലെങ്കിൽ 1800 രൂപ എന്നിങ്ങനെയായിരിക്കും പണം അക്കൗണ്ടിൽ വരുന്നത്. ചില ആളുകൾക്ക് കേന്ദ്രവിഹിതം ലഭിക്കാറില്ല. കേരള വിഹിതം തന്നെ ഫുള്ളായിട്ടും ലഭിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് പണം അക്കൗണ്ടിൽ എത്തിയത്? 1600 ആണെങ്കിൽ അതും 1800 ആണെങ്കിൽ അതും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് പറയാറുണ്ട്, എനിക്ക് 600 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. അങ്ങനെ പല ആളുകളും കമൻറ്റ് പറയാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് 2 പെൻഷൻ ഉണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷനും. അതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു പെൻഷൻ 600 രൂപ മാത്രം ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഏത് ക്ഷേമനിധി ബോർഡിൽ നിന്നാണ് പെൻഷൻ എന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം ലഭിക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഒരുപാട് ക്ഷേമനിധിയിലെ പെൻഷൻ ഇപ്പോൾ വർഷങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷനാണ് തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ. ഏകദേശം ഇപ്പോൾ 1.5 വർഷത്തിലധികമായി ആ പെൻഷൻ മുടങ്ങിയിട്ട്. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധി പെൻഷനിൽ നിന്ന് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ട് ഇപ്പോൾ 4 മാസത്തോളമായി. ഇങ്ങനെ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 2 പെൻഷൻ ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. സർക്കാർ അതിന് പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.